ഹായ് എല്ലാവർക്കും ഇറ്റിൽക്കണ്ണി മൂവി റിവ്യൂസിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സീരീസിനെ കുറിച്ച് പറയാനുണ്ട്. അതൊരു തമിഴ് സീരീസ്. തമിഴിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ നല്ല സീരീസ് വരാറുള്ളൂ. അതും ത്രില്ലർ സീരീസ് ആണെങ്കിൽ അവർ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുള്ളൂ. അങ്ങനെ ചെയ്ത ഒരു സീരീസ് ഉണ്ടായിരുന്നു ബദന്തി വൺ. ബദന്തി എന്ന് പറഞ്ഞൊരു സീരീസ്. നമ്മൾ എസ് സൂര്യൊക്കെ പ്രധാന വേഷം ചെയ്തത്. ഞാനത് കണ്ടിട്ടുണ്ട്. 2021 ആയതുകൊണ്ട് കഥ കുറച്ച് ഓർമ്മയുള്ളൂ. എന്നാലും എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സീരീസാണ്. അടിപൊളി സീരീസാണ്. നിങ്ങൾ കണ്ടില്ലെങ്കിൽ അതൊന്ന് കാണുക. ഇപ്പം അതിൻ്റെ രണ്ടാം ഭാഗം ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പറയാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വദന്തി ടു സീരീസിൻ്റെ വല്ലൈൻ എന്താണെന്ന് വെച്ചാൽ, ഒരു ഹൈവേക്ക് വേണ്ടി ഒരു കുഴി വയ്ക്കുന്നു. ആ കുഴീൻ്റെ ഉള്ളിൽ നിന്ന് ഒരു അസ്റ്റ്യൂഡൻ കിട്ടുന്നു. ആ അസ്റ്റ്യൂഡ് ആരാണെങ്കിലും അയാൾക്ക് എന്താണ് പറ്റിയത് എന്നൊക്കെ അന്വേഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ വരുന്നു. അതിനുശേഷം അയാൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന കുറച്ച് സത്യങ്ങളും കുറച്ച് തെളിവുകളും അതൊക്കെ ചേർന്ന ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസ് തരുന്ന ഒരു സീരീസാണ് ഈ വദന്തി ടു. നിങ്ങൾക്ക് ടൈമുണ്ടോ, നിങ്ങൾ എന്തായാലും പോയി കണ്ടോളി. ഞാൻ തന്നെ പെട്ടെന്ന് കണ്ടുവരാമെന്ന് വിചാരിച്ച് കയറിയതാണ്. പക്ഷേ ഈ ഫുൾ സീരീസ് കണ്ടു കഴിയാതെ ഞാനിന്ന് അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല. കാരണം അജാതി സീരീസ് എന്ന് വെച്ചാൽ 5 മണിക്കൂറുണ്ട്. ഇന്നത്തെ സൺഡേ ആണ്. ഇന്നത്തെ ദിവസം എങ്ങനെ പോയെന്ന് വെച്ചാൽ ആ സീരീസ് കണ്ടുപോയിന്ന് പറയും. പക്ഷെ എനിക്ക് അതിനൊരു കുറ്റബോധമില്ല. കാരണം അത്രയ്ക്കും എനിക്ക് സന്തോഷവും അത്രയ്ക്കും ത്രില്ലിങ്ങും ഒക്കെ തന്ന ഒരു സീരീസാണ് ഈ വദന്തി ടു. കിടിലൻ സീരീസ്. അതുകൊണ്ട് തന്നെ ഇനി എന്താ പറയുക, ഇതേപോലത്തെ സീരീസ് ഇനി വരികയാണെങ്കിലും ഞാൻ ഒറ്റ ദിവസം കൊണ്ട് ഇരുന്ന് കാണാൻ ശ്രമിക്കും. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു സീരീസ് ഒറ്റിരിപ്പിന് കണ്ടു തീർക്കുന്നത്. അതിനുള്ള ഉണ്ട് ഈ പടം. നമുക്ക് ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും അടുത്തുണ്ടാണ് നമ്മളെ കൊണ്ട് ഇങ്ങനെ ആലോചിപ്പിക്കാതെ നമ്മളിങ്ങനെ കാണാൻ വേണ്ടി ആകാംക്ഷയില്ല. എനിക്ക് ഈ ക്യൂരിയോസിറ്റി ഒക്കെ കുറച്ച് കൂടുതൽ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇപ്പം അടുത്തുണ്ടാണ് കാണാൻ വേണ്ടി ഫുള്ളും കണ്ടു കഴിഞ്ഞപ്പോൾ അവസാനത്തെ ഒരു 2 മിനിറ്റ് വരെ നമുക്ക് ഈ ത്രില്ലിങ് കിട്ടുന്നുണ്ടെന്ന്. ഇതാണ് ശരിക്കും ത്രില്ലർ സീരീസ് എന്ന് ഞാൻ പറയും. കാരണം അജാതി സാധനം. ഇതിനു മുമ്പ് സൊയൽ എന്ന് പറയുന്ന സീരീസ് ഉണ്ടായി. അത് 1-ാം ഭാഗം എനിക്ക് ഇഷ്ടപ്പെട്ടു, 2-ാം ഭാഗം കുഴപ്പമില്ല. പക്ഷേ അതിനെക്കാട്ടിയൊക്കെ ഈ പടം സീരീസ് കിണ്ണ സീരീസ്. തമിഴിലിപ്പം എൻ്റെ നമ്പർ 1 ഫേവറേറ്റ് സിനിമയാണിത്, സീരീസാണിത്, ഈ വദന്തി ടു. ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് ഉറപ്പായിട്ട് പോയി കാണാം. പിന്നെ ഇതിൻ്റെ പെർഫോമൻസ് കുറേ പേരുണ്ട്. നമ്മളെ മെയിനായിട്ട് ശശികുമാറാണ്. ശശികുമാർ ഒരു രക്ഷയില്ലാതെ ചെയ്തിട്ടുണ്ട് ഈ സീരീസിൽ. നമുക്ക് ഒരിക്കലും തോന്നൂല ചെങ്ങായി അല്ലാതെ വേറൊരാൾ ചെയ്തത് നന്നാവുന്നു. കാരണം ഒരു എന്താ പറയുക, അത് ആ മൂപ്പർ അത്രയ്ക്ക് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ കുറേ പേരുണ്ട്, അവരുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്നാലും എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ തമിഴ് കാണുന്നവർക്ക് എന്താ പറയുക, ചില സമയം ചില തമിഴ് ഡയലോഗ് മനസ്സിലാവില്ല. തമിഴ് പടം കുറേ കണ്ടവരാണെങ്കിലും അത് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് മലയാളം ഞാൻ കണ്ടിട്ടില്ല. മലയാളം കാണാൻ പറ്റിയ മലയാളം കണ്ടോ. എന്തായാലും പറ്റുന്നവർ തമിഴ് കണ്ടോളൂ. പിന്നെ ഇതിൻ്റെ 1-ാം ഭാഗം ഒരിക്കലും നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല കേട്ടോ. 2-ാം ഭാഗം കാണാൻ. കാരണം അധികമായിട്ട് 1-ാം ഭാഗത്തിനായിട്ട് ഒരു ബന്ധമില്ല. പിന്നെ ഇതിൽ 2-3 ഡയലോഗൊക്കെ മനസ്സിലാക്കി വേണമെങ്കിൽ വെറുതെ കാണാം. പിന്നെ 1-ാം ഭാഗം നല്ലതായതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടും ഒരുമിച്ച് കണ്ടാലും ഒരു കുഴപ്പമില്ല. കിടിലൻ സീരീസാണ്. 5 മണിക്കൂറുണ്ട്. ഒരു ദിവസം 5 മണിക്കൂർ മാറ്റി വെക്കാണ്ടെങ്കിൽ ഒരേ ഇരിപ്പിന് കണ്ടോ, ഇല്ലെങ്കിൽ ഓരോ ദിവസം വെച്ച് കണ്ടോ, അതിനുള്ളതൊക്കെ ഉണ്ട്. ത്രില്ലിംഗ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അടിപൊളിയാണ്. എന്തായാലും നിങ്ങൾ പോയി കണ്ട വദന്തി ടു അടിപൊളി സീരീസാണ്. നിങ്ങൾ മസ്റ്റ് വാച്ച്. കിടിലൻ സീരീസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ.